അല്പസമയം കർത്താവ് ഒരുക്കി തന്നതിനാൽ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് ഇവിടെ അതിരാവിലെ സമയമാണ്. എങ്കിലും കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചതിന് അല്ലെങ്കിൽ പ്രസംഗിക്കാനുള്ള അവസരം ഒരുക്കി തന്നതിന് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ബെറ്റി ബെൻസി എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പാസ്റ്റർ ബെൻസി വർഗീസ്. പത്തനംതിട്ട സെക്ഷനിലെ അസംബ്ലീസോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. കൊക്കാത്തോടെന്നുള്ള മലയോര മേഖലയിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പത്തിലെ എൻ്റെ മാതാപിതാക്കൾ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് കർത്താവിൻ്റെ രക്ഷകനായിട്ട് സ്വീകരിച്ചത്. അതൊരു കുഞ്ഞുനാളിലായിരുന്നത് കൊണ്ട് ഒരു 4-5 വയസ്സായപ്പോൾ തന്നെ ചർച്ചിൽ കടന്നു പോകാനും പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ എനിക്ക് ലഭിച്ചിരുന്നു. 8 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. കർത്താവിൻ്റെ കൃപയാൽ 9 വയസ്സ് കഴിഞ്ഞപ്പോൾ അഭിഷേകം പ്രാപിച്ചു. 11-ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടു. കർത്താവിൻ്റെ കൃപയാൽ 12-ാമത്തെ വയസ്സ് മുതൽ അല്പമൊക്കെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ സൺഡേ സ്കൂളിലായാലും യൂത്ത് മീറ്റിങ്ങുകളിലായാലും കർത്താവ് അവസരങ്ങളെ നൽകി. അങ്ങനെ കർത്താവ് വളരുവാനുള്ള മേഖലകളെ ഒരുക്കി. അനേകർ തളർത്താൻ ശ്രമിച്ച സ്ഥാനത്തൊക്കെ കർത്താവ് എന്നെ കൈപിടിച്ച് നടത്തി. ഇതുവരെ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യത്തിലുമായിരിക്കാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. കർത്താവ് തന്ന അഭിഷേകം ഇതുവരെ നഷ്ടപ്പെടാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കാനുള്ള കൃപയ്ക്കായി ഓരോ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് യാചിക്കാം. ദൈവത്തിൻ്റെ കൃപയാൽ 15 വർഷം 2005 മുതൽ 2020 വരെയുള്ള വർഷം വടക്കേ ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഉത്തർപ്രദേശിൻ്റെയും ഡൽഹിയുടെയും ബോർഡറിലൊരു ഗ്രാമത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം ഇടയാക്കി. 2020 ആയപ്പോൾ ഞങ്ങളുടെ അച്ഛൻ്റെ മാതാവ് പാരലൈസായി. അപ്പോൾ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അവിടം വിട്ടു പോരേണ്ടി വന്നു. അവിടെ ഞങ്ങൾക്ക് ലഭിച്ച ആത്മാക്കളിൽ ഒരു മകനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുകയും കർത്താവിൻ്റെ വചനം അഭ്യസിപ്പിച്ചിട്ട് അവനെ അവിടെ ദൈവദാസനായിട്ട് നിയോഗിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരാനിടയായത്. പിന്നെ അന്നേരം കൊറോണ കാലമാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. 2022 മുതൽ ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ കൊക്കാത്തോട് എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് 2 വർഷക്കാലം കൊണ്ട് 2 വർഷത്തിലധികമായി ആ ദേശത്ത് കടന്നുപോയി കർത്താവിൻ്റെ വചനം അറിയിക്കാൻ ആദിവാസി മേഖലകളിലും ഒക്കെ കർത്താവിൻ്റെ വചനം അറിയിക്കാൻ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ 1 മാസങ്ങൾക്ക് മുമ്പ് ആദിവാസി മേഖലയിൽ നിന്നൊരു സഹോദരി രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിക്കാനും സ്നാനപ്പെടാനും ദൈവത്തിൻ്റെ കൃപ. പണിക്കർ സമുദായത്തിൽ നിന്നൊരു സഹോദരി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അവർ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനം അല്പം കൂടെ കഴിഞ്ഞിട്ട് സ്നാനം മതി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് പെട്ടെന്ന് അവർക്കൊരു ശാരീരിക പ്രയാസമുണ്ടായി. വൺ സൈഡ് അങ്ങ് വീക്കായി, സ്ട്രോക്ക് വന്നതുപോലെ ഇടത്തെ കൈയും ഇടത്തെ കാലും അനങ്ങാത്ത അവസ്ഥയിൽ സംസാരം കൊഴിഞ്ഞ് വല്ലാത്തൊരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അവരെ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ ICUയിൽ അഡ്മിറ്റ് ആയിരുന്നു. എന്നാൽ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് 1 ആഴ്ച കൊണ്ട് കർത്താവ് അവർക്ക് സൗഖ്യം കൊടുത്ത് ഭവനത്തിൽ മടങ്ങി വരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ കൈ അനങ്ങത്തില്ലായിരുന്നു. കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ കൈ അനങ്ങാനും വിരലനങ്ങാനും ഒക്കെ ദൈവം കൃപ ചെയ്തതെല്ലാം ദൈവത്തിൻ്റെ കൃപയും മഹത്വമാണെന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രസ്താവിക്കുന്നു. ഓരോ ദിവസവും കർത്താവ് ഞങ്ങളെ നടത്തുന്നു. അനുഭവ സാക്ഷ്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അനേക സമയങ്ങൾ അതിനു വേണ്ടി വേർതിരിക്കണം. ദൈവം തന്ന ഒരു വചനം നിങ്ങളുടെ മധ്യത്തിൽ പറയണമല്ലോ. നമ്മൾ ചുരുക്കം ചിലരാണെങ്കിൽ തന്നെയും കർത്താവിൻ്റെ സാന്നിധ്യം ഈ മീറ്റിങ്ങിൽ വ്യാപരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവജനം വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. നമ്മൾ 1, 2 പേരോ 3 പേരോ 6 പേരോ 7 പേരോ ആണെന്നുള്ളതിലല്ല, കർത്താവ് നമ്മുടെ നടുവിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് സന്തോഷിക്കുവാനിടയാകുന്ന കാര്യം. കർത്താവ് എനിക്ക് തന്ന വചനം ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ പ്രസ്താവിപ്പാൻ ആഗ്രഹിക്കുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം ഈ യോഗത്തെ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസി സന്ധ്യയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ ഇൻചാർജായിട്ട് പ്രവർത്തിക്കുന്ന പാസ്റ്റർ ജോസഫ് മാത്യുവിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ കർത്താവിൻ്റെ വചനം അറിയിക്കാനും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനും അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിപ്പാനും ലഭിക്കുന്ന അവസരങ്ങൾ നാം വിനിയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയവും ഭൗതികവുമായ എല്ലാ വിഷയങ്ങളുടെ നടുവിലും ഭാരമായിരിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തികൾ വിട്ടകന്നു മാറി നമ്മുടെ ജീവിതം വിടുതൽ പ്രാപിപ്പാനിടയായി തീരും. സാധാരണ സൂം മീറ്റിങ്ങിൽ എല്ലാവരും ഇങ്ങനെ വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരുന്ന അങ്ങനെയുള്ളൊരു പ്രസംഗമാണ് ഞാൻ ഇതുവരെയും പ്രസംഗിച്ചിട്ടുള്ളത്. എന്നാൽ അതിനേക്കാൾ ഒരു വ്യത്യസ്തമായ നിലകളിൽ ആരെയും കാണാതെ ഇങ്ങനെ പ്രസംഗിക്കുക, അത് ആദ്യത്തെ എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. അത് നല്ലൊരു അനുഭവമാണല്ലോ. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യമാണ് കർത്താവ് എനിക്ക് ഇന്ന് നൽകിയിരിക്കുന്ന വചനം. അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ
വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വായിക്കുന്ന എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് നമുക്കറിയാം, 15 മുതലുള്ള വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവരെക്കുറിച്ച് പല കാര്യങ്ങൾ ഗഹനമായ നിലകൾ, ഗൗഹം എന്ന് വെച്ചാൽ നമ്മൾ ആഴമേറിയ പ്രാർത്ഥനകളാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. അതിലൊരു ഭാഗം എന്നെ ടച്ച് ചെയ്തത്, അവിടെ വായിക്കുന്ന അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അതായത് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി, നമ്മളെല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസിക്കുന്നവരാണല്ലോ, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന കർത്താവിന്റെ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നമ്മൾ അറിയണം എന്നാണ് പൗലോസ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. കർത്താവും നമ്മളെ കുറിച്ച് ഇത് തന്നെ അറിയുന്നത്, ആഗ്രഹിക്കുന്നത്. ഇവിടെ വായിക്കുന്നത് അവന്റെ ബലത്തിന്, ആ വചനമൊക്കെ ഇങ്ങനെ ഓരോ വേർഡായിട്ട് പ്രസംഗിച്ചു പോകാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ്. കർത്താവിന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിൽ, കർത്താവിന്റെ ബലം, അവന്റെ വല്ലഭത്വം, അതിന്റെ വ്യാപാരത്താലാണ് നമുക്ക് ദൈവശക്തി ലഭിക്കുന്നത്. അപ്പൊ ആ ശക്തി നമുക്ക് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. അതിന്റെ ഒരു ശക്തിയുടെ വലിപ്പമുണ്ട്. നമുക്കറിയാം, നമ്മളിൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം എത്രയെന്ന് ചോദിച്ചാൽ നമുക്കറിയാമോ? നമ്മൾ അതിനെ അളന്നിട്ടില്ല, നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിലൊക്കെ വളരെ വലിപ്പമുള്ള കർത്താവ്, അത് അളന്നു നോക്കിയാൽ നമുക്ക് ആക്കാൻ പറ്റത്തില്ല. കർത്താവ് തന്നെ അത് നമുക്ക് അളന്നളന്ന് തന്നിരിക്കുക. അവനവന്റെ വിശ്വാസത്തിനൊത്തവണ്ണം കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അളന്നു തന്നിരിക്കുക. പൗലോസ് പറയുന്നു, നമ്മൾ ആത്മീയമായി ഓരോ പടികളും വളർന്ന് കഴിയുമ്പോൾ നമ്മിൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം, അത് തന്നെ പറയുന്നു, അളവറ്റതാ, നമുക്ക് അളക്കാൻ പറ്റത്തില്ല. അതിന്റെ വലിപ്പം നമ്മൾ ഗ്രഹിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വലിപ്പം നമ്മൾ ഗ്രഹിച്ചാൽ മാത്രമേ അതിന് കൊടുക്കേണ്ടുന്ന ഗൗരവവും അതിന് കൊടുക്കേണ്ടുന്ന ബഹുമാനവും ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. ദൈവവചനം പറയുന്നു, പരിശുദ്ധാത്മാവിനെ ആരും ദുഃഖിപ്പിക്കരുതെന്ന്. എന്തുകൊണ്ടാണ് ദുഃഖിപ്പിക്കുന്നതെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിന്റെ ആ മഹത്വവും വലിപ്പവും ഒന്നും നമ്മൾ ജീവിതത്തിൽ ഗ്രഹിച്ചിട്ടില്ലാത്തവരാണ്. നിങ്ങളെല്ലാവർക്കും ഇത് കേൾക്കാൻ പറ്റുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ കേൾക്കാം. ഓക്കെ. കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിലേക്ക് കർത്താവ് പകർന്നതിന്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരിക്കലും നമുക്ക് പരിശുദ്ധാത്മാവിനെ ദുഃഖിച്ചു പോകാനോ ഈ ശക്തി എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോണമെന്ന് ആഗ്രഹിക്കാനോ പറ്റത്തില്ല. അതായത് ലോകസ്നേഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളിൽ നഷ്ടമാകുന്നത്. അങ്ങനെ ഒരു ലോക സ്നേഹത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ നമുക്ക് കഴിയത്തില്ല. കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്താൽ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന, വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന കർത്താവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ ഗ്രഹിക്കണം. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ ആത്മാവിൽ വചനത്തിലൂടെ കർത്താവ് എനിക്ക് തന്ന കർത്താവിന്റെ ശക്തിയുടെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് അല്പസമയം നിങ്ങളുടെ മധ്യത്തിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനിടയ്ക്ക് കർത്താവ് വചനത്തിനിടയ്ക്ക് ഏതെങ്കിലും അനുഭവങ്ങൾ ദൈവാത്മാവ് എന്നെ പ്രകാശിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അതിനിടയിൽ പറയാം എന്ന് ഓർപ്പിക്കുന്നു. അല്ല എങ്കിൽ ഞാൻ ഇങ്ങനെ കർത്താവ് തന്ന വചനം പൂർത്തീകരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ശക്തിയുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, അപ്പോസ്തലർ, എല്ലാം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 1:8 അവിടെ വായിക്കുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ഒന്നാമത്തെ പ്രവർത്തനമാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് നമ്മൾ വായിക്കുന്നു. വെറും ശക്തിയല്ല കേട്ടോ. ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് കർത്താവിനെ സാക്ഷിക്കാനുള്ള ധൈര്യം ഉണ്ടാകുന്നത്. ഈ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ കർത്താവിനെ സാക്ഷിക്കാൻ വലിയ ധൈര്യമൊന്നും നമുക്ക് കാണത്തില്ല. എന്തെങ്കിലും യേശുവിനെ കുറിച്ച് പറഞ്ഞാലും എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തന്നെ, അയ്യോ ഞാൻ പറഞ്ഞത് തെറ്റായി പോയോ എന്നുള്ള ഒരു പേടി നമുക്കുണ്ടാകും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് കർത്താവിന്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷം പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാകും. അപ്പൊ ഒന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ പ്രോസസ്. ആ ശക്തിയിലൂടെ കർത്താവിന്റെ വചനം അറിയിക്കാൻ അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കാൻ, ഇവിടെ പ്രാർത്ഥിച്ച ഒരു ദൈവദാസനാണെന്ന് തോന്നുന്നു, പ്രാർത്ഥിച്ചപ്പോൾ പറയുന്ന കേട്ട്, കർത്താവിന്റെ സുവിശേഷം അറിയിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെയെങ്കിൽ ആ കൃപ ലഭിക്കുന്നത്
പരിശുദ്ധാത്മാവിന്റെ ഈ ശക്തിയിലൂടെയാണ്. നമുക്കറിയാം പത്രോസിനെ കുറിച്ചൊക്കെ നമുക്ക് പറയുമ്പോൾ യേശുവിനെ കൂടെ നടന്ന പത്രോസ്, അത്ഭുതങ്ങൾ കണ്ട പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് കർത്താവിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി വാഗ്ദത്തങ്ങൾ പ്രാപിച്ച ഒരു പത്രോസിനെ നമുക്കറിയാം. പത്രോസിന്റെ ജീവിതത്തിൽ യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് 2-3 പേരൊക്കെ അവന്റെ പിന്നാലെ വന്ന് നീയും അവനോട് കൂടെ ആയിരുന്നെന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് ധൈര്യം വന്നില്ല. പത്രോസ് പറഞ്ഞു, അയ്യോ നീ പറയുന്ന ഒന്നും എനിക്ക് തിരിയുന്നില്ല, ഞാൻ യേശുവിനെ അറിയുന്നില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? നമ്മൾ പത്രോസിനോട് കുറ്റം പറയും. പത്രോസ് യേശുവിന്റെ കൂടെ നടന്നിട്ട് ഇങ്ങനെ യേശുവിനെ അറിയുന്നില്ല എന്ന് തള്ളി പറയാൻ നീ മനുഷ്യനാണോടാ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അതൊന്നും അല്ല കാരണം. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിന്റെ മേൽ അന്ന് വന്നിട്ടില്ല. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലോട്ട് വന്നേ, പത്രോസിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവൻ 11 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്നു, പ്രസംഗിച്ചു, ധൈര്യത്തോടെ പ്രസംഗിച്ചു. പിന്നെ ഞാൻ അടുത്ത ഭാഗത്തിലോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയും, അവനെ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയൊക്കെ മുമ്പിൽ വിസ്തരിച്ചപ്പം എന്താ പറഞ്ഞത്? ദൈവത്തെക്കാൾ അധികം മനുഷ്യരെക്കാൾ അധികം ദൈവത്തെ അനുസരിക്കുന്നത് ആവശ്യമായിരിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യരെക്കാൾ അധികം ദൈവത്തെ അനുസരിക്കുന്നത് ന്യായമല്ലയോ എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യം, അത് അനേക കഷ്ടങ്ങളുടെ നടുവിൽ കാരാഗൃഹത്തിൽ കടന്ന പത്രോസ്. എന്തുകൊണ്ടാണ് ആ ധൈര്യം അവന് വന്നതെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ ഈ ശക്തി അവന്റെ മേൽ വ്യാപരിച്ചത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ കർത്താവിന്റെ സാക്ഷികൾ ആകാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കും. ഇന്ന് നമ്മൾ പറയും, അനേകർ കർത്താവിന്റെ സന്നിധിയിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോഴത്തേനെ നമ്മൾ കർത്താവിനെ ഉയർത്തി കാണിക്കാനുള്ള ധൈര്യമില്ലയോ? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാലേ ആ ധൈര്യം വരത്തുള്ളൂ. ഒന്നാമത്, ശക്തിയുടെ അളവറ്റ വലിപ്പത്തിൽ കർത്താവിന്റെ ശക്തി എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്, ഈ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ നാം സുവിശേഷം അറിയിച്ചിരിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ കർത്താവിനെ ആരാധിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്നു തന്നത് വെറും അന്യഭാഷയിൽ ആരാധിച്ചു തീർക്കാനാണോ? അല്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വന്നാൽ അന്യഭാഷ പറയണം, ആരാധിക്കണം. അതിലപ്പുറമായി ഒരു ദൗത്യം നമ്മെ ഏൽപ്പിക്കാനാണ് ഈ ശക്തി നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുന്നത്. ഈ ശക്തി നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ സഭയില്, നമ്മുടെ ദേശത്ത്, അന്യദേശങ്ങളിലൊക്കെ കർത്താവിന്റെ വചനം പറയാൻ, സുവിശേഷം അറിയിക്കാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കുന്നു. ഒന്നാമത് ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തിൽ ഒന്നാമത് ശക്തി എന്ന് പറയുന്നത്, ഈ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് സുവിശേഷം അറിയിക്കാനുള്ള ധൈര്യം ഉണ്ടാകും. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14, 15, 16 വാക്യങ്ങളിൽ നമുക്ക് അറിയാം, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. പൗലോസ് പറയുക, അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദൻ പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. 1 കൊരിന്ത്യർ 9:16 പൗലോസ് പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. എന്ന് പറഞ്ഞാല് പരിശുദ്ധാത്മാവിന്റെ ആദ്യപടിയിലുള്ള നിറവ്, അത് ശക്തിയാണ്. അത് നാം അനുഭവിക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്ന രക്ഷ, കർത്താവിന്റെ രക്ഷ മറ്റുള്ളവരോട് പറയാനായി ഈ ശക്തി കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. സുവിശേഷം അറിയിക്കാനായി ശക്തി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. സാക്ഷിയാകാനായി ശക്തി നൽകിയിരിക്കുന്നത്. ഇല്ല എങ്കിൽ ശക്തി പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അയ്യോ കഷ്ടമെന്നാ പൗലോസ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ പ്രാപിക്കുന്നു, നമ്മൾ അന്യഭാഷയിൽ ആരാധിക്കുന്നു. പക്ഷെ ഈ ശക്തി നമ്മുടെ മേൽ വന്നിട്ട് നമ്മൾ സുവിശേഷം അറിയിച്ചില്ല എങ്കിൽ, കർത്താവിന്റെ സാക്ഷി ആയില്ല എങ്കിൽ, ഈ ശക്തി കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഇന്ന് പകലിൽ ഈ മീറ്റിങ്ങിൽ കയറിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, കർത്താവിന്റെ ശക്തി നമ്മുടെ മേൽ വന്നാൽ അതിനൊരു ഉദ്ദേശമുണ്ട് കേട്ടോ. അതിന്റെ അളവറ്റ വലിപ്പം നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഒന്നാമത്, ആ ശക്തി നമ്മുടെ മേൽ വരുമ്പോഴാണ് നമ്മൾ സുവിശേഷം അറിയിക്കാൻ അല്ലെങ്കിൽ സാക്ഷിയാകാനുള്ള ശക്തി ലഭിക്കുന്നത്. 2-ാമത്തെ ഭാഗത്തിലോട്ട് ഞാൻ പോവുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം നമുക്കറിയാം. അവിടെയാണ് ആദ്യമായിട്ട് പെന്തക്കോസ്ത് നാളിൽ ഇതൊക്കെ നമ്മൾ എന്തിനാ ഈ വചനമൊക്കെ പ്രസംഗിക്കുന്നതെന്ന് വെച്ചാൽ, ഇതെല്ലാം ഞങ്ങൾക്ക് അറിയത്തില്ലയോ എന്നൊക്കെ ചോദിച്ചാല്, ഇത് ദൈവം എനിക്ക് തന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ൽ പറയുന്നത്, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്ന, ഓരോ വാക്കുകളും നിങ്ങൾ നോക്കിയാൽ ഒന്നിച്ചു കൂടിയിരുന്ന, അപ്പം പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനെ നിറച്ച്. ആ മുഴക്കം ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു. അതിനകത്ത് കാത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന 120 പേരുടെ മേലും ആ മുഴക്കം വന്നു. 120 പേരുടെ മേലും
അനുഭവം ഉണ്ടായി. അവരുടെ മേലെല്ലാം കൊടിയ കാറ്റടിച്ചു. എന്തിനാന്നറിയാമോ? അവരെ നശിപ്പിക്കാനല്ല. ഒരു പ്രത്യേക ദൈവ സാന്നിധ്യത്തിൽ അവരെ കൊണ്ടുവരാൻ. ഇന്ന് പകലിൽ 9 പേർ ഞാനുൾപ്പെടെ 9 പേർ ഇതിനകത്തുണ്ട്. ഈ 9 പേരുടെ മേലും ഒരു മുഴക്കം വന്നു എന്ന് പറഞ്ഞാലേ, നമ്മളിരിക്കുന്ന ഈ സ്ഥലങ്ങളെല്ലാം ഒരു ദൈവശക്തി കൊണ്ട് നിറച്ചെന്ന് പറഞ്ഞാല് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? വചനത്തിന്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവരവർ ഇരിക്കുന്ന റൂമുകളില് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ ആ വീട് മുഴുവനും നിറച്ച് നമ്മളിരിക്കുന്ന ആ റൂം മുഴുവനും നിറച്ചൊരു ദൈവ സാന്നിധ്യം നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? അവിടെ വായിക്കുന്ന അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ നാവിന് വ്യത്യാസം വരും കേട്ടോ. നമ്മുടെ നാവ് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായിട്ട് അവരുടെ മേൽ അങ്ങ് പതിഞ്ഞു എന്ന സീലടിച്ചതുപോലെ അവരുടെ മേൽ അങ്ങ് എന്താ പറയുന്നത്, നമ്മളൊക്കെ അറിയാലോ സീലടിച്ചെന്നൊക്കെ പറഞ്ഞാൽ അറിയത്തില്ലേ, പതിക്കുക എന്നൊക്കെ പറയുന്നത്. സ്റ്റാമ്പ് പതിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലെറ്ററിന്റെ മണ്ടയ്ക്ക് ഒരു കവറിന്റെ മണ്ടയ്ക്ക് നമ്മൾ ആവശ്യത്തിനുള്ള സ്റ്റാമ്പ് ഇളകി പോയാലോ ആ ലെറ്റർ എത്തേണ്ടടുത്ത് എത്തുമോ? ഇല്ല. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അങ്ങ് പതിയുക, സീലടിക്കുക. നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചതിന്റെ ഡേറ്റ് നമ്മൾ എഴുതി വെക്കും. ഇത്രാം വർഷം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ 9 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അന്ന് അതിന്റെ ആഴമൊന്നും എനിക്കറിയത്തില്ലായിരുന്നെങ്കിലും ഓരോ പടിയായി കർത്താവ് എന്നെ ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഇടയായി തീർന്നു. അന്ന് ആ കുഞ്ഞുനാളിൽ കർത്താവിന്റെ അനുഭവം പ്രാപിച്ച ആ രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കർത്താവിന്റെ സന്നിധാനത്തിൽ ഞാൻ ആനന്ദിച്ച ആ വിവരം ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ട്. ചിലരൊക്കെ പറയാറുണ്ടല്ലേ, ആദ്യത്തെ അനുഭവത്തിൽ എനിക്ക് ഇപ്പൊ ഇല്ലെന്ന്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ നമുക്ക് പ്രത്യക്ഷമായിട്ട് അത് നമ്മുടെ മേലങ്ങ് പതിയുക. പിന്നെ നമ്മുടെ നാവിന് വ്യത്യാസം വരും കേട്ടോ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിന് അധികാരമുണ്ട്, ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാല് അതിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ ഗ്രഹിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. ഞാൻ നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഈ അഭിഷേകത്തിന്റെ ശക്തിയുടെ വലിപ്പം നീ ഒന്ന് മനസ്സിലാക്കുക. നിന്റെ നാവിനൊരു വ്യത്യാസം വരണം കേട്ടോ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ നിന്റെ മേൽ ഞാൻ പതിപ്പിച്ചതിനൊരു ഉദ്ദേശമുണ്ട്. അഗ്നി എന്ന് പറയുന്നത് ദഹിപ്പിക്കുന്നതാ കേട്ടോ. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ വന്ന് പതിഞ്ഞു എങ്കിൽ, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായിട്ട് അത് എന്റെ മേൽ പതിഞ്ഞു എങ്കിൽ, ഈ നാവ് ഉപയോഗിച്ച് പിശാചിനെ തകർക്കാനുള്ള ഒരു അഗ്നി 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 എന്ന് പറയുന്നത് ദഹിപ്പിച്ചു കളയും, വെന്ത് എരിഞ്ഞു പോവും. കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാ. അതുപോലെ ഒരു ഒരു അധികാരം കർത്താവ് നമുക്ക് നൽകിയിരിക്കുക. പരിശുദ്ധാത്മാവ് പ്രാപിച്ച നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ അധികാരം ഉപയോഗിച്ചാ പ്രാർത്ഥിക്കുന്നത്. നമുക്കെതിരെ നിൽക്കുന്ന ഏത് പൈശാചിക മണ്ഡലങ്ങളെയും എരിച്ചു കളയാനുള്ള ഒരു അഭിഷേകമാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. നമ്മളെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയുടെ അളവിറ്റ വലിപ്പം നമ്മൾ ഇന്ന് പകലിൽ ഗ്രഹിക്കണം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവരവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അടുത്തിരിക്കുന്നവർ പറയുന്ന അന്യഭാഷ കേട്ട് പറയുക, അതൊന്നും അല്ല. അവരവർക്ക് കർത്താവ് കൊടുത്ത അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ചിലരുടെയൊക്കെ അന്യഭാഷ കേൾക്കുമ്പോൾ എനിക്ക് കൊതി വരും. കർത്താവെ, ഇങ്ങനെയുള്ള നല്ല അന്യഭാഷയാ എനിക്ക് തരണമേന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ല. കർത്താവ് എനിക്കൊരു അന്യഭാഷ തന്നിട്ടുണ്ട്, അത് വളരെ ശ്രേഷ്ഠമാണെന്ന് എണ്ണി നമ്മളത് പറയണം. അത് മറ്റുള്ളവർ കളിയാക്കുമോ അങ്ങനെയൊന്നുമുള്ളൊരു ചിന്ത നമുക്ക് വരരുത്. കർത്താവ് നമുക്ക് തന്ന അന്യഭാഷ നമ്മൾ ഉപയോഗിക്കണം. ഇവിടെ ഞാൻ പ്രാർത്ഥനയ്ക്ക് കയറുന്നതിന് മുമ്പേ നിങ്ങൾ ടങ്സിൽ പ്രാർത്ഥിക്കുകയായിരുന്നു, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കർത്താവിന്റെ കൃപ ധാരാളമായി നമ്മുടെ മേൽ ചൊരിയട്ടെ. അന്യഭാഷയിൽ ആരാധിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു പോയാൽ എന്റെ സമയം അങ്ങ് പോവില്ല. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ നമുക്ക് പ്രത്യക്ഷമായി അത് നമ്മുടെ മേൽ അങ്ങ് പതിയുക. പെന്തക്കോസ്ത് നാളിൽ അങ്ങനെ ഉണ്ടായത്. അത് നമ്മൾ ഓർക്കണം കേട്ടോ. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നെങ്കിൽ കർത്താവിന് നമ്മുടെ നാവില് ഒരു പ്രത്യേക അഭിഷേകത്തോടെ ആ നാവ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഈ ശക്തിയും ഈ അഗ്നിയുടെ പ്രവാഹവും ഒക്കെ നമ്മുടെ നാവിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നാവിനെ ഉപയോഗിക്കണം. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നു. ആത്മാവിനെ അച്ചാരമായി നൽകിയിരിക്കുന്ന ദൈവം എന്നാ 2 കൊരിന്ത്യർ 5:5 പറയുന്നത്. അതായത് അച്ചാരം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, സീല്. അത് ഇംഗ്ലീഷിലൊക്കെ നിങ്ങൾ വായിക്കണം. സീൽ എന്ന ഒരു പദം അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അവകാശത്തിന്റെ അച്ചാരം, വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമാണ്. നമുക്കൊരു അവകാശം നൽകാൻ, നമുക്കൊരു അധികാരം നൽകാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ സീലടിച്ചതുപോലെ പതിഞ്ഞതുപോലെ കർത്താവ് നമ്മുടെ മേൽ ഈ ശക്തി പകർന്നിരിക്കുകയാണ്. ഈ ശക്തി വരുന്നതിന് മുമ്പേ കർത്താവ് ഇങ്ങനെ പറഞ്ഞു എന്നറിയാമോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 38-39 കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ മേൽ പകരാനുള്ള ആത്മാവിനെ കുറിച്ച് എന്താ പറയുന്നത് അറിയാവോ? എന്നിൽ ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ.
എന്റെ അടുക്കൽ എന്തോ ഉണ്ടെന്നറിയാമോ? ജീവജലത്തിന്റെ നദികളുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. അവിടെ എഴുതിയിരിക്കുന്നത് പകരാനുള്ള ആത്മശക്തിയെക്കുറിച്ച് കർത്താവ് എന്താ പറയുന്നത്? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ. നേരത്തെ നമ്മൾ പറഞ്ഞു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ് പ്രത്യക്ഷമായി അവരുടെ മേൽ പതിഞ്ഞു എന്ന് വായിക്കുന്നു. ഇവിടെ വായിക്കുന്നു ജീവജലത്തിന്റെ നദികൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകണം. കർത്താവിന്റെ ആത്മശക്തി വരുന്നതിന് മുമ്പേ ആത്മാവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. നിങ്ങൾ വായിച്ചു നോക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 38, 39 വാക്യങ്ങളിൽ നമുക്ക് അങ്ങനെ കാണാനായിട്ട് കഴിയും. അവിടെ എഴുതിയിരിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നദികൾ ഒഴുകും. ഒരു നദിയല്ല കേട്ടോ, പല ശാഖകളായിട്ട് അത് ഒഴുകും. ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ആ നദി എന്ന് പറയുന്നത് ആരെയും കൊല്ലുന്നതൊന്നുമല്ല, ജീവൻ കൊടുക്കുന്ന ചില നദികൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകണം. അല്പസമയം കർത്താവിന്റെ സന്നിധിയിൽ വചനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചാട്ടെ. കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ആ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ ഇന്ന് പകലിൽ ഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഒന്നാമത് ആ ശക്തി നമ്മുടെ മേൽ വരുന്നത് കർത്താവിനെ സാക്ഷിപ്പാൻ, ദൈവത്തിന്റെ വചനം അറിയിപ്പാൻ, സുവിശേഷം അറിയിപ്പാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാകുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ പകർന്നാൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ നമ്മുടെ മേലൊന്ന് പതിയുകയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേലൊന്ന് പതിയുമ്പോൾ നമ്മുടെ നാവിന് ഒരു അധികാരമുണ്ട്. ഇവിടെ വായിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന വെള്ളം, അത് ജീവജലമാണ്. അതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഒരു ഒഴുകുക എന്ന് പറയുന്ന വെള്ളം അത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അനേകർക്ക് കുടിക്കാനും അനേകർക്ക് ജീവൻ പ്രാപിപ്പാനുള്ള ഒരു നദി നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്തോ വിചാരിച്ചേ? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, പ്രാർത്ഥനാ സമയത്ത് നമ്മളിങ്ങനെ പാടുന്നു, അന്യഭാഷ പറയുന്നു, ആരാധിക്കുന്നു, ശക്തി പ്രാപിക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു. അതിലപ്പുറമായി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്താ? പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ പകർന്നു വന്നാൽ നമ്മുടെ നാവിനൊരു അധികാരം, അഗ്നിജ്വാല പോലൊരു അധികാരം നമ്മുടെ നാവിനുണ്ടാകുന്നു. പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ജീവജലത്തിന്റെ നദികളാണ്. അത് ലഭിക്കുന്ന വ്യക്തികൾക്കെല്ലാം ജീവൻ പ്രാപിപ്പാനായിട്ട് നോക്കണേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വന്നതുകൊണ്ട് എന്താ ഒരു ലാഭം നമ്മുടെ ജീവിതത്തിലുള്ളതെന്ന് പറഞ്ഞാൽ അനേകർക്ക് ജീവൻ കൊടുക്കുന്ന ജലം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തസാക്ഷ്യം. രണ്ടാമത്തെ കാര്യം അവിടെ നമ്മൾ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എഫേസ്യർ 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത്. അതായത് പരിശുദ്ധാത്മാവിനാലാണ് നമുക്ക് വീണ്ടെടുപ്പ് നാളുള്ളത്. വീണ്ടെടുപ്പ് നാളിനായിട്ടാണ് മുദ്രയിട്ടിരിക്കുന്നത്. അല്ലാതെ വെറുതെ ഈ ലോകത്തിൽ ജീവിച്ചു പോകാനല്ല. നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പിന് തടസ്സമായി മാറാതിരിക്കാൻ നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതായത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ നമ്മുടെ വീണ്ടെടുപ്പിന് അത് ബുദ്ധിമുട്ടായിട്ട് മാറും. നമ്മുടെ ശാരീരികമായ ഒരു വീണ്ടെടുപ്പ് നമുക്ക് വരാൻ പോവുക, നമ്മുടെ ആത്മാവിന്റെ ഒരു വീണ്ടെടുപ്പ് നമുക്ക് വരാൻ പോവുക. എന്നാന്നറിയത്തില്ല. ഒന്നിൽ കർത്താവിന്റെ വരവിൽ, അല്ലെങ്കിൽ നമ്മുടെ മരണത്തിൽ അത് സംഭവിക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടായിട്ട് മാറും. എന്താ? പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിച്ചാൽ. കാരണം നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത് വീണ്ടെടുപ്പ് നാളിലേക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. കർത്താവിനെ നമ്മൾ സേവിക്കുന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താ? ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളെല്ലാം ഒഴിഞ്ഞ് എനിക്കൊരു വീണ്ടെടുപ്പുണ്ട് എന്നുള്ളതാണ്. യോബിന്റെ കഷ്ടതയുടെ നടുവിൽ യോബ് അത് തന്നെയാ പറഞ്ഞത്. എനിക്ക് ഇത്രയും കഷ്ടങ്ങളൊക്കെ വന്നാൽ എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നാ. അങ്ങനെയെങ്കിൽ നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ വീണ്ടെടുപ്പിന് തടസ്സം വരാതിരിക്കാൻ, ആ വീണ്ടെടുപ്പ് ഏതിലൂടെ സാധിക്കുന്നത്? പരിശുദ്ധാത്മാവിലൂടെ. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിച്ചാൽ വീണ്ടെടുപ്പിന്റെ അവസ്ഥകൾക്ക് നമുക്ക് വേദന ഉളവാക്കുന്നതായിട്ട് മാറും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എങ്ങനെയാ നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയാം. നമ്മളെല്ലാവരും ഇതെല്ലാം അറിയാവുന്ന ദൈവമക്കളാണല്ലോ. 4-ാം അധ്യായം 29, എഫേസ്യർ 4:29 പറയുന്നത്, ആകാത്ത വാക്ക് വായിൽ നിന്ന് ഉണ്ടാകരുത്. എങ്ങനെ വായിൽ നിന്ന് വാക്കുണ്ടാകേണ്ടത്? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ട വിധം നമ്മൾ സംസാരിക്കണം. രണ്ടാമത് ആവശ്യം പോലെ സംസാരിക്കണം, അനാവശ്യമായിട്ട് സംസാരിക്കരുത്. മൂന്നാമത്തെ കാര്യം ആത്മീയ വർധനയ്ക്കായിട്ട് സംസാരിക്കണം. നാലാമത്തെ കാര്യം നല്ല വാക്ക് സംസാരിക്കണം. ഇതെല്ലാം നിങ്ങൾ എഫേസ്യർ 4:29 പറയുന്ന കാര്യങ്ങളാണ്. ഇനി 4:31 പറയുന്നത് കയ്പ്, കോപം, ക്രോധം, കൂറ്റാരം, ദൂഷണം, സകല ദുർഗുണം ഇവയെല്ലാം വിട്ട് നമ്മൾ ഒഴിഞ്ഞു പോകണം എന്നറിയാമോ? വീടൊഴിയുക എന്നൊക്കെ പറയാം. വീട്ടിലെ സകല സാധനങ്ങളും നമ്മൾ പറക്കി മാറ്റി വേറൊരു വീട്ടിലോട്ട് താമസം മാറുക. വടക്കേ ഇന്ത്യയിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് മനസ്സിലാകും. ഒരു വീട് മാറിയിട്ട് മറ്റൊരു വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് ഒഴിച്ച് മാറ്റി കൊണ്ടുപോകും.
പിന്നെ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ഭൂതം ഒഴിഞ്ഞു പോകുന്നെന്ന് പറയും. അതായത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഭൂതം കയറിയിരുന്നാൽ അത് ആത്മശക്തിയാൽ ദൈവദാസിമാർ പ്രാർത്ഥിക്കുമ്പോൾ അതങ്ങ് ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ആ ഭൂതത്തിന്റെ സകല കെട്ടും ആ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. പിന്നെ അതിനകത്ത് ഈ ശരീരത്തിനകത്ത് ഭൂതത്തിന് യാതൊരു സ്ഥാനമല്ല. അതാ ഭൂതത്തിനെ ഒഴിപ്പിക്കാൻ പോകുന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒഴിച്ചു കൊണ്ടുപോകണം. അതുപോലെ ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കയ്പ്, കോപം, ക്രോധം, കൂറ്റാരം, ദൂഷണം, സകല ദുർഗുണം ഇതെല്ലാം നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോകണം. നമ്മള് അതിനെല്ലാം മാറ്റിക്കളയണം. നമ്മൾ ഫ്രീ ആകണം കേട്ടോ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താലാണ് ഇത് സംഭവിക്കുന്നത്. 4:32 പറയുന്ന തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായിരിക്കണം, അന്യോന്യം ക്ഷമിക്കണം, ക്രിസ്തു നമ്മോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം എന്നൊക്കെ കർത്താവിന്റെ വചനത്തിൽ പറയുവാൻ ഇടയായി തീർന്നു. ഒന്നാമത്തെ കാര്യം, കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് അത് സുവിശേഷം അറിയിക്കാനും മറ്റുള്ളവരുടെ മേൽ നമ്മുടെ ഉള്ളിൽ നിന്ന് കടന്നു വരുന്ന ജീവജലത്തിന്റെ നദിയാൽ അനേകരെ കുടിപ്പിച്ച് തൃപ്തി പ്രാപിക്കാനുമാണ് ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇനി നമുക്കറിയാം, നമ്മള് ശക്തി ലഭിക്കുക എന്ന് പറയുന്നത് ഈ അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചതിന് ശേഷം ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്ന വചനത്തിൽ പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2:11 പറയുന്ന അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. നമ്മളെന്തോ വിചാരിച്ചേ? ഈ അന്യഭാഷ പറയുമ്പോൾ നമ്മൾ എന്തോ പറയുന്നെന്നാ വിചാരിച്ചേ? നമുക്കതിന്റെ അർത്ഥം അറിയാമോ? ഇല്ല. നമ്മളൊന്ന് ഓർക്കണം, നമ്മൾ ദൈവത്തിന്റെ വൻകാര്യങ്ങളാണ് നമ്മുടെ വായിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്നത് ദൈവത്തിന്റെ വൻകാര്യങ്ങളാണ്. അത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഓർക്കണം, ഞാൻ എന്റെ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ എന്റെ വായിൽ കൂടെ പ്രസ്താവിച്ചു കൊണ്ടിരിക്കുക. അത് പെന്തക്കോസ്ത് നാളിൽ പ്രസ്താവിച്ചപ്പം മറ്റു ദേശത്തു നിന്ന് വന്നവർക്ക് മനസ്സിലായി, അവരുടെ ഭാഷയിലാ ഇതൊക്കെ പറയുന്നത്. ഇനി പത്രോസിന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേർ സഭയോട് ചേർന്നു. ശക്തി ലഭിക്കുന്നത് നമ്മൾ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ കർത്താവിനെ സാക്ഷിപ്പാനും പ്രസംഗിപ്പാനും ദൈവത്തിന്റെ വൻകാര്യങ്ങളെ മറ്റുള്ളവരോട് പ്രസ്താവിപ്പാനുമാണ്. നാം അത് ചെയ്യുമ്പോൾ ദൈവം താൻ അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വിവിധ വീര്യപ്രവൃത്തികളാൽ തന്റെ വചനത്തെ ഉറപ്പിക്കാനിടയായി തീരും. നമ്മൾ പറഞ്ഞ സാക്ഷ്യം, നമ്മൾ പറഞ്ഞ വചനം അത് അങ്ങനെ തന്നെ ഉറപ്പിക്കാൻ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നു. യേശു രക്ഷകനെന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ രക്ഷിക്കപ്പെടുന്നവന്റെ ഉള്ളിൽ ദൈവം ആ രക്ഷയുടെ സന്തോഷം നൽകും. ചിലരൊക്കെ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ ചിലർ പറയാറുണ്ട്, എന്റെ മനസ്സിൽ നല്ലൊരു ആനന്ദം, സന്തോഷം വരുന്നത്. അത് കർത്താവ് ചെയ്യുന്നതാകട്ടോ. കർത്താവ് സൗഖ്യദായകനാന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പം കർത്താവ് എന്തോ ചെയ്യുന്നറിയുമോ? സൗഖ്യം കൊടുക്കും. സൗഖ്യം കൊടുത്തിട്ട് നമ്മളെ വായിൽ നിന്ന് വന്ന സൗഖ്യദായകൻ എന്നുള്ള പദം അങ്ങ് തെളിയിക്കും. കർത്താവ് സൗഖ്യം കൊടുക്കുന്നവനാന്ന് തെളിയിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവര്, വിശ്വാസത്തോടെ വിശുദ്ധിയോടെ ജീവിക്കുന്നവര്, നമ്മൾ എന്തോ ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ വിശ്വാസത്തോടെ പറഞ്ഞാൽ മതി. വിശ്വാസത്തോടെ നമ്മൾ അങ്ങ് പറഞ്ഞാൽ മതി. ദൈവം അത് ചെയ്ത് തെളിയിക്കും. രോഗികളെ നോക്കി കർത്താവിന്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിച്ച് കർത്താവ് സൗഖ്യദായകനെ, കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറയുമ്പോൾ കർത്താവ് സൗഖ്യമാക്കിയ നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാപദവി നോക്കിക്കോണം. കർത്താവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ നോക്കിക്കോണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മേലുണ്ടെങ്കിൽ കർത്താവ് നമ്മൾ ആ വിശുദ്ധിയിലും വേർപാടിലുമാണ് ജീവിക്കുന്നതെങ്കിൽ ആ ശക്തിയാൽ നിറഞ്ഞ് നമ്മൾ പറയുന്ന കാര്യങ്ങളെ അത് അതുപോലെ ചെയ്തു തന്ന് തെളിയിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അങ്ങനെ ശക്തി പ്രാപിച്ച് നാം കർത്താവിന്റെ സാക്ഷികളാകുമ്പോൾ, അത്ഭുതങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രതികൂലം ഉണ്ടാകും. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ഉണ്ടായത്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ ജന്മനാ മുടന്തനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കി കടന്നുപോയി കഴിഞ്ഞപ്പം പരിശുദ്ധാത്മാവിന്റെ ശക്തി തേജസ്സോടെ അവരിൽ വ്യാപരിക്കുക, പത്രോസിലും കൂട്ടരിലും. അങ്ങനെ അത്ഭുതങ്ങളൊക്കെ കടന്നുപോയപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവരെ വിളിച്ച് അധികാരികളെല്ലാം കൂടെ ഒന്നിച്ചുകൂടി. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അധികാരികളെല്ലാം കൂടെ ഒന്നിച്ചുകൂടി അവരെ അപ്പോസ്തലന്മാരെല്ലാം കൂടെ അവരെ കൊണ്ട് നടുവിൽ നിർത്തി അവരെ വിസ്തരിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോഴും അവർ കർത്താവിനെ ഉയർത്തി. അവർ പറഞ്ഞെന്താ? മറ്റൊരുത്തനിലും രക്ഷയില്ല. അപ്പോസ്തലപ്രവൃത്തി 4:12 നമ്മൾ എപ്പോഴും പറയുന്ന വാക്യം, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഈ ധൈര്യമൊക്കെ എവിടുന്നാ പത്രോസിന് വന്ന്? നേരത്തെ കർത്താവിനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞവൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ കർത്താവ് നമുക്ക് ഭയങ്കര ഒരു ധൈര്യമാണ് തരുന്നത് കേട്ടോ. നേരത്തെ കർത്താവിനെ തള്ളിപ്പറഞ്ഞു, ഇപ്പൊ അസാധാരണ ധൈര്യത്തിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ജനം നിമിത്തം അവരെ ശിക്ഷിക്കാനൊന്നും വഴി കാണുന്നില്ല. അതുകൊണ്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ അവരെ തർജ്ജനം ചെയ്തു, ഒത്തിരി ശകാരിച്ചിട്ട് ഇനി യേശുവിനെ കുറിച്ച് ഉപദേശിക്കരുത്, യേശുവിന്റെ നാമത്തിൽ സാക്ഷിക്കരുത് പറഞ്ഞ് അവരെ ഉപദേശിക്കാൻ തുടങ്ങി. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 4:29 മുതൽ നമ്മൾ വായിക്കുന്ന അപ്പൊ ആ ഭീഷണിയുടെ നടുവില് അവരെ കർത്താവിന്റെ സന്നിധാനത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാനിടയായി. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പം
അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എന്താ പ്രാർത്ഥിച്ചെന്ന് 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. കർത്താവേ, ഞങ്ങൾക്ക് കൃപ നൽകണമേ, സൗഖ്യമാക്കാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതിനാലും അങ്ങയുടെ വചനം പ്രസ്താവിപ്പാൻ ഞങ്ങൾക്ക് പൂർണ്ണ ധൈര്യം നൽകണമെന്ന്. അപ്പൊ ഈ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ശക്തിയുടെ വായടയ്ക്കണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇനിയും ഇത് പ്രസ്താവിപ്പാനുള്ള ധൈര്യം തരണമേ എന്ന് പറയാനിടയായി. അപ്പൊ 31-ാം വാക്യത്തിൽ വായിക്കുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പം അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു എന്ന്. ഇതുവരെയും ധൈര്യത്തോടാ പ്രസ്താവിച്ചത്. പക്ഷെ പ്രതികൂലത്തിന്റെ നടുവിൽ പ്രത്യേക ഒരു ധൈര്യം കർത്താവ് അവർക്ക് കൊടുക്കാനിടയായി. അവിടെ വായിക്കുന്ന 33-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവ് യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. അപ്പൊ രണ്ടാമത് കർത്താവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അത് മഹാശക്തി. ഒന്നാമതൊരു ശക്തിയാണ്. ശക്തി എന്ന് പറഞ്ഞാൽ വെറും ശക്തിയല്ല, പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി കർത്താവിനെ സാക്ഷിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്നത്. രണ്ടാമത് പറയുന്നത് മഹാശക്തി തരുന്നു. മഹാശക്തി എന്ന് പറയുന്നത് പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനുള്ള ഒരു മഹാശക്തി, ധൈര്യം. അതാണ് ഈ മഹാശക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കും. അത് മുഖാന്തരം നമുക്ക് കർത്താവിന്റെ സാക്ഷികളാകാൻ പറ്റും. അത് മുഖാന്തരം ഉണ്ടാകുന്ന പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ തളർന്നു പോകാതിരിക്കാൻ നമുക്ക് തരുന്ന ഒരു ശക്തിയാണ് മഹാശക്തി. കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിയുടെ അളവറ്റ വലിപ്പമാണ് നമ്മൾ ഈ വചനത്തിലൂടെ ഗ്രഹിക്കുന്നത്. രണ്ടാമത് ദൈവം നമുക്ക് നൽകുന്നത് പ്രതികൂലങ്ങളുടെ നടുവിൽ നാം ദൈവസന്നിധി നിലവിളിക്കുമ്പോൾ ശക്തിക്കപ്പുറമായിട്ടൊരു മഹാശക്തി നമ്മെ കൊണ്ട് നിറയ്ക്കും. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ ഗ്രഹിക്കണം. ഈ മഹാശക്തി എന്തിനാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളെ തരണം ചെയ്യാൻ. അത് സുവിശേഷീകരണത്തിലായാലും വിശ്വാസ ജീവിതത്തിലായാലും നമ്മുടെ ജീവിതത്തിൽ ഏറി വരുന്ന പ്രതികൂലങ്ങൾ, നമ്മൾ കഷ്ടങ്ങളുടെ നടുവിൽ കർത്താവേ ഞങ്ങൾക്ക് കഷ്ടങ്ങൾ കൂടുതലാണെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഈ മഹാശക്തി കൂടിക്കൊണ്ടേയിരിക്കും. ശക്തിയുടെ വലിപ്പം കൂടിക്കൊണ്ടേയിരിക്കും. അവർക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക മഹാശക്തിയാകട്ടോ. ഈ മഹാശക്തി അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ വന്നപ്പം അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു എന്ന് വായിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞു വന്നതുപോലെയല്ല, അല്പം കൂടെ ധൈര്യത്തോടെ, അല്പം കൂടെ തേജസ്സോടെ ഈ കർത്താവിന്റെ സാക്ഷ്യം അവിടെ വായിൽ നിന്ന് പ്രസ്താവിക്കുവാനാണ്. നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമുക്ക് പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടി നൽകിയിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് അത് മഹാശക്തിയാണ്. ഒരു മഹാന്മാർക്കോ ഈ ലോകത്തിലെ വലിയ ആൾക്കാർക്കൊന്നും തരാൻ പറ്റുന്ന ശക്തി എന്നല്ല അതിന്റെ അർത്ഥം. കർത്താവിന്റെ ശക്തി അതൊരു മനുഷ്യന് നമുക്ക് തരാനോ ഒരു മനുഷ്യന് നമ്മിൽ നിന്ന് എടുത്തു കളയാനോ, നമ്മുടെ ജീവിതത്തെ സൂക്ഷിച്ച് അന്ത്യം വരെ വിശ്വസ്തയോടെ നിന്നാൽ ഈ മഹാശക്തി നമ്മുടെ മേൽ അന്ത്യം വരെ നിലനിൽക്കാനിടയായിത്തീരും. ശത്രുവിന്റെ ലക്ഷ്യം എന്ന് പറയുന്ന ഈ മഹാശക്തി ഏതിൽ നിന്ന് അതെങ്ങനെ നഷ്ടപ്പെടുത്താമെന്ന് പിശാച് ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. ശിംശോന്റെ ജീവിതത്തെ കുറിച്ച് നമുക്കറിയാം. ഈ ശക്തി അവന്റെ മേൽ ഒരു മഹാശക്തി കർത്താവ് കൊടുത്തിരുന്നു. ആ ജന്മനാ നാസിർ വ്രതസ്ഥനായവൻ മഹാശക്തി ഉള്ളവനാ. ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചത്. മഹനേദാൻ എന്ന് പറയുന്നത് അവിടെ ഒരു യുദ്ധത്തിന്റെ സ്ഥലമാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ യുദ്ധത്തിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ പ്രത്യേക പോരാട്ടങ്ങളുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ യുദ്ധത്തിന്റെ നടുവില് ദൈവം അവനെ പരിശുദ്ധാത്മാവിനാൽ ഉദ്യമിപ്പിച്ച ഒരു വ്യക്തിയാണ് ശിംശോൻ. പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ യഹോവയുടെ ആത്മാവെന്നാണ് അവിടെ പറയുന്നത്. യഹോവയുടെ ആത്മാവിനാൽ ഉദ്യമിപ്പിക്കപ്പെട്ട ശിംശോൻ അവന്റെ ജീവിതം സൂക്ഷിക്കാൻ അവന് കഴിഞ്ഞില്ല. അവൻ അന്യജാതിക്കാരെ വിവാഹം കഴിച്ചു, ഒരു വേശ്യയുടെ പിറകെ പോയി. തന്റെ ശക്തിയുടെ രഹസ്യം മനസ്സിലാക്കിയ ദലീല അവനെ ഒതുക്കാൻ ശ്രമിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അവന്റെ മഹാശക്തി അവനിൽ നിന്ന് നഷ്ടമായി. ഒരു സമയത്ത് കർത്താവിന്റെ യഹോവയുടെ ആത്മാവിനാൽ ശക്തിയോടെ ദൈവത്തിന് വേണ്ടി കാര്യങ്ങളെ ചെയ്തവൻ, വീര്യപ്രവൃത്തികളെ ചെയ്തവൻ ഇപ്പോൾ പാപത്തിന്റെ ആ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് ദൈവശക്തി നഷ്ടപ്പെടുത്താനുള്ള എല്ലാ അവസരങ്ങളും അവന്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുക. തന്റെ ശക്തിയുടെ രഹസ്യം മനസ്സിലാക്കിയ ആ ദലീല എന്ന സ്ത്രീ അവനെ ഒതുക്കാൻ തുടങ്ങി. മഹാശക്തി അവന് നഷ്ടമായിട്ട് ബലഹീനനായി, ശേഷം മനുഷ്യനെ പോലെയായി. അവന്റെ കണ്ണുകൾ ഫെലിസ്ത്യർ കുത്തിപ്പൊട്ടിച്ച് അന്ധനാക്കി. ഒരു കാലത്ത് കർത്താവ് കൊടുത്ത മഹാശക്തിയാൽ ഫെലിസ്ത്യന്റെ പേടി സ്വപ്നമായിരുന്നവനായവൻ. ഫെലിസ്ത്യര് അവനെ കാണുമ്പോൾ വിറയ്ക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ഫെലിസ്ത്യന്റെ കളിപ്പാവയായിരിക്കുകയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മഹാശക്തി നഷ്ടപ്പെടുത്തി കളയാൻ ശത്രു അങ്ങേയറ്റം ശ്രമിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പിഴവുകള്, നമ്മുടെ അശ്രദ്ധകള്, അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഈ മഹാശക്തി നമ്മൾ നഷ്ടപ്പെടുവാൻ നമ്മൾ ഒരിക്കലും ഇടയാക്കരുത്. നമ്മുടെ ശക്തി നമ്മൾ കർത്താവ്
നമ്മുടെ മേൽ ഈ ശക്തി പകർന്നിരിക്കുന്ന സകല പ്രതികൂലങ്ങളെ അതിജീവിക്കാനുള്ള ഒരു മഹാശക്തിയായിട്ടാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ ശത്രുവിന്റെ ലക്ഷ്യം ഇവന്റെ മേൽ ഒരു മഹാശക്തിയുണ്ട്, ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിരന്തരം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഇവന്റെ മേൽ ഒരു ദൈവശക്തി ഉണ്ടെന്ന് പറഞ്ഞ് ആ ശക്തിയെ എങ്ങനെ നഷ്ടപ്പെടുത്താം, കൂടുതലും അശുദ്ധ രീതികളിൽ, അതായത് വിശുദ്ധ ജീവിതം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുത്തി പാപത്തിന്റെ വഴികളിലേക്ക് നമ്മെ വഴുതി വീഴിക്കുവാൻ ശത്രുവായവൻ 100% തന്ത്രത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ല. ദൈവശക്തി നമ്മിൽ നിന്ന് ചോർന്നു പോകുന്ന അനുഭവങ്ങള് നമ്മുടെ ജീവിതത്തിൽ വരുന്നു എന്ന് കണ്ടാൽ അവിടം വിട്ട് എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് അഭയം പ്രാപിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിലെ പിഴവുകള്, നമ്മുടെ അശ്രദ്ധകൾ മുഖാന്തരം ആ ശക്തി നഷ്ടപ്പെട്ടാൽ ശത്രു നമ്മിൽ പ്രബലപ്പെടാനിടയാവും. ശത്രു നമ്മെ കളിപ്പാവയെ പോലൊരു കൂത്ത് കാഴ്ചയാക്കാനിടയായിത്തീരും. ഇന്നും പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ദൈവം അതിന്റെ അളവറ്റ വലിപ്പം ഗ്രഹിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകി. കർത്താവിന്റെ ശക്തി അവന്റെ വചനത്തെ പ്രസ്താവിപ്പാനും അവന്റെ സാക്ഷ്യത്തെ പ്രസ്താവിപ്പാനും നമ്മുടെ മേൽ നൽകി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ നമ്മുടെ മേൽ പതിപ്പിച്ചു തന്നു. നമ്മുടെ മേൽ അധികാരം കർത്താവ് തന്നു. നമ്മുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറയുന്നു. അതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്ന വരദാനങ്ങളാണ്. എന്നാൽ ശത്രുവായവൻ നമ്മിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയെ നഷ്ടപ്പെടുത്തി നമ്മുടെ മഹാശക്തി ഏതിൽ നിന്ന് എന്ന് പറഞ്ഞ് അതിനെ നഷ്ടപ്പെടുത്താൻ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ശത്രുവിന്റെ തന്ത്രങ്ങളെ ഓരോ ദിവസവും നമ്മൾ കണ്ടുണർന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ നിന്ന് നഷ്ടപ്പെടേണ്ട സാധ്യതകള് നമ്മുടെ മുമ്പിൽ വന്നു വീഴുമ്പോൾ അത് ആത്മാവിൽ മനസ്സിലാക്കി അതിന്റെ പേരിൽ ജയം പ്രാപിക്കാൻ ദൈവജനം തയ്യാറാകണം. ഫെലിസ്തീനെ ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് 1000 പേരെ സംഹരിച്ചവനാ ഇപ്പോൾ ശത്രു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുക. ശത്രുവിന്റെ കാരാഗ്രഹത്തിൽ അവനെ കൊണ്ട് വച്ചിരിക്കുക. അവനെ പിടിച്ചു കെട്ടുവാൻ ശത്രുവായവൻ പല തന്ത്രങ്ങൾ ഉപയോഗിച്ചു. അവയിൽ നിന്നെല്ലാം ദൈവം പകർന്ന മഹാശക്തിയാൽ അവൻ രക്ഷപ്പെട്ടു വന്നു. എന്നാൽ ബന്ധനങ്ങൾ കഴിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിച്ച് അവസാനം അവന്റെ ശക്തിയുടെ ഉറവിടം മനസ്സിലാക്കി ശത്രു അവനെ അമ്പെയ്തയ്ക്കുക. അവൻ അതിൽ വീഴാനിടയായി. ശുശ്രൂഷ ചെയ്യുന്നവർ ആത്മശക്തിയുടെ ഉറവിടം നമ്മുടെ ജീവിതത്തിലെ വലിയ കാര്യങ്ങളൊന്നും മറ്റുള്ളവരുടെ മുമ്പിൽ, ജാതികളുടെ മുമ്പിലൊന്നും കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ശിംശോൻ തന്റെ ശക്തിയുടെ ഉറവിടം ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ അവനെ വശീകരിച്ച ആ ദുഷ്ട സ്ത്രീയുടെ മുമ്പില്, ഫെലിസ്ത്യന്റെ മുമ്പിൽ അവന്റെ ശക്തി അടിയറവ് പറയുന്ന ഒരനുഭവത്തിലേക്ക് അവനെ ഒതുക്കി തുടങ്ങി. ദലീൽ അവനെ ഒതുക്കി തുടങ്ങി. അവന്റെ തലയിൽ മഹാശക്തിയുടെ ഉറവിടമായിരുന്ന ജഡയെ കുറിച്ച് അവർ മനസ്സിലാക്കി. അതിനെ ക്ഷൗരം ചെയ്യിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 16:19 വായിക്കുന്നത് അവന്റെ ശക്തി അവനെ വിട്ടുപോയി. ഇപ്പോൾ ഫെലിസ്ത്യ ശത്രുക്കൾ ആർത്തു ഘോഷിക്കുക കേട്ടോ, സന്തോഷിക്കുക. അവരുടെ ക്ഷേത്രത്തിൽ ഉത്സവം കൂടുക. എന്തിനാണെന്നറിയാമോ? തങ്ങൾക്ക് ഭാരമായിരുന്ന ഒരു അഭിഷിക്തൻ ഉണ്ടായിരുന്നു. അവർക്ക് ആ ശത്രുവിന്റെ സൈന്യത്തെ ഒരു മുഖവും നോക്കാതെ വെട്ടിത്തകർക്കുന്ന ഒരു ശിംശോൻ ഉണ്ടായിരുന്നു. യഹോവയുടെ ആത്മാവിനാൽ അവൻ നിറയപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ശത്രുപാളയത്തിൽ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു ആത്മശക്തി അവന്റെ മേലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫെലിസ്ത്യർ ആർത്തുഘോഷിക്കുക. എന്താണെന്നറിയാമോ? ദൈവം അവന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മശക്തി അവൻ നഷ്ടപ്പെട്ട് ശേഷം മനുഷ്യനെ പോലെയായി കാരാഗ്രഹത്തിൽ അവനെ കൊണ്ടുവന്നിട്ട് അവനെ ഇപ്പോൾ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ കളിക്കാൻ കൊണ്ടുവന്നിരിക്കുക. അവന്റെ കാഴ്ച നഷ്ടമായി. ഇപ്പോൾ അവരുടെ മുമ്പിൽ അവൻ കളിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അവന്റെ ഹൃദയത്തിനകത്ത് അന്തർഭാഗത്ത് ദൈവത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മ, അവന്റെ മേൽ കഴിഞ്ഞ നാളുകളിൽ പകർന്നിരുന്ന ഒരു ദൈവശക്തിയെ കുറിച്ച് അവന് ഓർമ്മ വന്നു. അവൻ ക്ഷേത്രത്തിലെ തൂണ് തപ്പി നോക്കി. അവന്റെ അവസ്ഥയെക്കുറിച്ച് ബോധ്യം വന്നു. അവന് പാവബോധം വന്നു. എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവൻ ദൈവത്തെ ഓർത്ത് അവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 28 മുതൽ 30 വരെ ഇങ്ങനെ വായിക്കുന്നത്, ഈ ഫെലിസ്ത്യരോട് എന്റെ 2 കണ്ണിനും വേണ്ടി പ്രതികാരം ചെയ്യാൻ ഒരിക്കൽ കൂടി എനിക്ക് ശക്തി നൽകണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാൻ തുടങ്ങി. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. അവൻ ജീവിച്ചിരുന്നപ്പോൾ കൊന്നവരെക്കാൾ മരണസമയത്ത് കൊന്നവർ അധികമായിരുന്നെന്ന് പറയത്തക്ക നിലയുള്ള ഒരു ആത്മശക്തി അവന്റെ മേൽ വ്യാപരിച്ചു. ദയയുള്ള കർത്താവ്, കരുണയുള്ള കർത്താവ് ഇന്ന് പകലിലോ നമ്മോട് സംസാരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാരണത്താൽ കർത്താവിന്റെ ആത്മശക്തി, ഈ മഹാശക്തി പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ, കർത്താവിനെ സാക്ഷിക്കാൻ നമ്മുടെ മേൽ തന്നിരിക്കുന്ന ആ ശക്തി നമ്മിൽ നിന്ന് അല്പമെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ക്രമീകരിച്ച് മടങ്ങി വന്നാൽ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ തയ്യാറായാൽ, ഇനിയൊരു പാപജീവിതമല്ല കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഈ അഭിഷേകം നഷ്ടപ്പെടുത്തിയുള്ള ഒരു ജീവിതവും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഒരു സമർപ്പണത്തിലേക്ക് മടങ്ങി വന്നാൽ നമ്മിൽ നഷ്ടമായ ആത്മീയ കൃപാവരങ്ങള്, ആത്മീയ അനുഭവങ്ങളിലേക്ക് കർത്താവ് നമ്മെ മടക്കി വരുത്താനിടയായി തീരും. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു,
പറഞ്ഞ കർത്താവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഒന്ന്. അത് ശക്തി എന്ന് പറയുന്നത് കർത്താവിന്റെ വചനം പറയാനും സാക്ഷിപ്പാനുള്ള ധൈര്യത്തിനാ. രണ്ടാമത്തെ മഹാശക്തി എന്ന് പറയുന്നത് അത് പ്രതികൂലങ്ങൾ ഏറി വരുമ്പോൾ നമുക്ക് അതിനെ തരണം ചെയ്യാൻ അല്ലെങ്കിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള ഒരു മഹാശക്തി കർത്താവ് നൽകും. ശക്തി തന്നിട്ട് പ്രതികൂലങ്ങൾ വരുമ്പോൾ മാറിപ്പോകുന്ന ഒരു കർത്താവിനല്ല, അതിനെ തരണം ചെയ്യുവാനുള്ള ഒരു മഹാശക്തി തന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിൽ വ്യാപരിക്കുന്ന, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നോ പകലിൽ നമ്മളെ ഗ്രഹിക്കണം. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ വചനത്തിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുക. 2 കൊരിന്ത്യർ 4:7 വായിക്കുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്ന 2 കൊരിന്ത്യർ 4:7 എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത്യന്ത ശക്തിയ. ഈ ശക്തി നമ്മുടെ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്നത് കർത്താവിനെ ഒന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്താനാകട്ടോ. ഒന്നാമത് കർത്താവിനെ സാക്ഷിപ്പാൻ, രണ്ടാമത് മഹാശക്തി തന്നിരിക്കുന്നത് പ്രതികൂലങ്ങളെ തരണം ചെയ്യാൻ, മൂന്നാമത് ഈ അത്യന്ത ശക്തി തന്നിരിക്കുന്നത് നമ്മുടെ മൺപാത്രങ്ങളെ ഒന്ന് മെനയാനാ, ആത്മാവിൽ ആരാധിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താനാ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം എന്നൊക്കെ നമ്മൾ പാടുന്നുണ്ടല്ലോ. ദേഹം ദേഹി ആത്മാവിൽ എന്നൊക്കെ പറഞ്ഞ് പാടുന്നുണ്ടല്ലോ. അത് നമ്മുടെ മേലൊന്ന് വ്യാപരിക്കും. ആത്മശക്തിയാൽ നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് അത്യന്ത ശക്തിയാ. ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ വന്നാൽ കേട്ടോ, നമ്മൾ ശക്തമായി കർത്താവിനെ ആരാധിക്കും. അങ്ങനെ വന്നാൽ നമുക്ക് എന്തോ കിട്ടുമെന്ന് അടുത്ത വാക്യത്തിൽ 8 മുതൽ 9 വരെ ആരാധിച്ച് ജയം പ്രാപിക്കാൻ നൽകിയിരിക്കുന്ന ഈ അത്യന്ത ശക്തി. ഒന്നാമത്തെ കാര്യം, കഷ്ടമൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ, പക്ഷെ നമ്മൾ ഇടുങ്ങിയിരിക്കത്തില്ല. കഷ്ടത്തിന്റെ നടുവിലും കഷ്ടമേ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നമ്മൾ നടക്കാത്ത എന്താണെന്നറിയാമോ? ഈ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നമ്മിലുള്ളത് കൊണ്ടാകട്ടോ. രണ്ടാമത് നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ, ഒത്തിരി ബുദ്ധിമുട്ട്. ഏത് വിധത്തിൽ നോക്കിയാലും പല കാര്യങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്കത് തന്നെ അറിയാം. പക്ഷെ നമ്മൾ നിരാശപ്പെടുന്നുണ്ടോ? ഇല്ല. എത്ര ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാം? നമ്മൾ വിചാരിക്കും നമ്മുടെ ഏതാണ്ട് കഴിവ് അല്ല, ഈ പരിശുദ്ധാത്മാവിന്റെ മഹാശക്തി അല്ലെങ്കിൽ അത്യന്ത ശക്തി നമ്മുടെ മേൽ ഉള്ളത് കൊണ്ടാ. ഉപദ്രവമൊക്കെ നമുക്കുണ്ട്, പക്ഷെ നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല. കർത്താവ് നമുക്ക് തുണ, അവൻ നമ്മെ ഉപേക്ഷിക്കത്തില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ആ ധൈര്യത്തിൽ നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്നോ? ഇല്ല. കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാ. അവൻ നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിച്ച്, ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത് എന്തിനാന്നറിയാം? ഈ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നമ്മിലേക്ക് തന്ന്. അതിനാലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവ് നമ്മളെ ഉപേക്ഷിക്കുന്നില്ല. അതായത് നമുക്ക് ഉപദ്രവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഉപേക്ഷിക്കപ്പെടുന്ന അനുഭവമില്ല. അടുത്ത വായിക്കുന്ന വീണ് കിടക്കുന്നവരാ, പക്ഷെ നശിച്ചു പോകുന്നില്ല. വീണ് കിടക്കുന്നവരാന്ന് പറഞ്ഞ പല വിധത്തിൽ നമ്മൾ വീണു പോയവരാ എന്ന് പറഞ്ഞ പാപത്തിൽ വീണുപോയ കാര്യമല്ല പറയുന്നത്. പല വിധത്തിൽ നമ്മൾ താഴ്ച അനുഭവിക്കുന്നവരാ കേട്ടോ, പല വിധത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരാ, നിരാശ അനുഭവിക്കുന്നവരാ, പ്രതികൂലം അനുഭവിക്കുന്നവരാ. പക്ഷെ നമ്മള് നശിച്ചു പോകുന്നില്ല. നശിച്ചു പോകാത്ത എന്താണെന്നറിയാമോ? ഈ അത്യന്ത ശക്തി കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുക. ഇനി യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു എന്ന് വായിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ അത്യന്ത ശക്തി നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആരാധിച്ച് ജയം പ്രാപിക്കാനാ നൽകിയിരിക്കുന്നത്. അത് നമുക്ക് ജീവിതത്തിൽ കഷ്ടം ഉണ്ട്, പക്ഷെ നമ്മള് കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും നമ്മൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിലുണ്ട്, പക്ഷെ നിരാശ വരുന്നില്ല. ഉപദ്രവം നമ്മുടെ ജീവിതത്തിലുണ്ട്, എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നു എന്ന് തോന്നുന്ന അനുഭവങ്ങളുണ്ട്, പക്ഷെ നമ്മൾ നശിച്ചു പോകുന്നില്ല. കാരണം വേറൊന്നുമല്ല, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, നമ്മുടെ ജീവിതം കൊണ്ടല്ല, നമ്മുടെ ഏതോ ശ്രേഷ്ഠതകൾ കൊണ്ടൊന്നുമല്ല. ഈ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി കർത്താവ് നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുക. നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കപ്പെടാതിരിക്കാൻ, ഉപദ്രവം മാറാൻ, നിരാശ മാറാൻ അത്യന്ത ശക്തിയാൽ നിറയപ്പെടുന്ന കർത്താവിനെ ഒന്ന് ആരാധിച്ചാൽ നമ്മുടെ ഇടുക്കം ഇന്ന് പകലിൽ മാറാനിടയാകും. നമ്മുടെ നിരാശ ഇന്ന് പകലിൽ മാറാനിടയായിത്തീരും. ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് മാറാനിടയായിത്തീരും. നശിച്ചു പോകുമോ എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറാനിടയായിത്തീരും. ഇന്നു പകലിൽ ഈ പ്രെയർ ലൈനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഈ കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മളൊന്ന് ഗ്രഹിക്കണം കേട്ടോ. റോമർ 8:26-27 വായിക്കുന്ന ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ? നമ്മൾ വളരെ കഷ്ടത്തിലും പ്രയാസത്തിലും
വേദനയിലും പുറത്തു പറയാൻ കഴിയാത്ത ഭാരത്തിലും ഒക്കെ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ സന്നിധാനത്തിൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷയിൽ മാത്രം സംസാരിക്കും. നമ്മൾ കരയുക, പക്ഷെ അന്യഭാഷയിൽ സംസാരിക്കും. നമുക്ക് ഒരു വാക്ക് പോലും മാനുഷികമായി പുറത്തു വരത്തില്ല, പക്ഷെ നമ്മൾ ആത്മാവിൽ സംസാരിക്കും. അതാണ് ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന അനുഭവങ്ങളാ. അതിലൂടെ ഒരു വിടുതലുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്ന 22:29 വായിക്കുന്ന പുഷ്ടിയുള്ളവരൊക്കെയും നിങ്ങൾ ഭക്ഷിച്ച് ആരാധിക്കും. പുഷ്ടി എന്ന് പറയുന്ന അനോയിന്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. യെശയ്യാപ്രവചനം 10:27 വായിക്കുന്ന അഭിഷേകം നിമിത്തം അല്ലെങ്കിൽ പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. അഭിഷേകം നിമിത്തം നുകം തകർന്നു പോകും. ശത്രു നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന നുകം, രോഗം, കടഭാരം, ഞെരുക്കം, ഡിപ്രഷൻ, ഇതെല്ലാം അഭിഷേകത്താൽ അത്യന്ത ശക്തിയാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാനിടയാ. അപ്പോസ്തലപ്രവൃത്തി 16:25 ഈ അത്യന്ത ശക്തിയിൽ ആരാധിച്ചപ്പോഴാണ് കാരാഗ്രഹത്തിലായിരുന്ന ഭക്തന്മാരുടെ ചങ്ങലകൾ അഴിഞ്ഞ് അവർ സ്വാതന്ത്ര്യം പ്രാപിപ്പാനിടയായത്. 2 ദിനവൃത്താന്തം 20 വായിക്കുന്ന മോവാബ്യരും അമ്മോന്യരും മെയ്യുന്യരിൽ ചിലരും യെഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നപ്പോ അത്യുച്ചത്തിൽ അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോ, പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോ ദൈവം അവർക്കെതിരെ പതിയിരിപ്പുകാരെ വരുത്തി. ഓ ഹല്ലേലൂയ! അവർക്കെതിരെ നിന്ന ശത്രുവിനെ തകർക്കാനിടയായി. ഇന്നു പകൽ ഞാൻ 1 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആ അഭിഷേകത്തിന്റെ ശക്തി എത്രയെന്ന് നമ്മൾ ഗ്രഹിക്കണം. കർത്താവിന്റെ ശക്തി, ബലത്തിന്റെ വല്ലഭത്വത്തിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുന്നതിന്റെ ഗൗരവം നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. വെറുതെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചോ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്ന് പറഞ്ഞു പോവുകയല്ല. അതിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ ഇന്ന് പകലിൽ ഗ്രഹിക്കണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പകർന്നിരിക്കുന്ന ശക്തി എന്താണെന്നറിയാമോ? സുവിശേഷം അറിയിക്കാനും കർത്താവിന്റെ സാക്ഷിയാകാനുമാ. ഏത് സ്ഥാനത്തും കർത്താവിനെ ഉയർത്താനുള്ള ഒരു ശക്തി കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രതികൂലങ്ങൾ അതിജീവിക്കാൻ നമുക്ക് കഴിയാതിരിക്കുമ്പോൾ, പ്രതികൂലങ്ങളാൽ നമ്മൾ ഭാരപ്പെട്ട് മനം കലങ്ങുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ദൈവം തരുന്ന ശക്തിയാ മഹാശക്തി. ഈ മഹാശക്തിയെ നഷ്ടപ്പെടുത്തി കളയുവാൻ ശത്രുവായവൻ അവന്റെ സകല അടവുകളും പ്രയോഗിച്ചാലും അതിലെ തന്ത്രങ്ങളെ മനസ്സിലാക്കി നമ്മൾ അതിന്റെ മേൽ ജയം പ്രാപിച്ച് മുന്നോട്ട് പോയാൽ ഈ ശക്തി നമ്മുടെ മേൽ ആ ഒരു വലിയ ഒരു എന്താ പറയുന്നേ, ഒരു ധൈര്യമായി മാറാനിടയായിത്തീരും. അടുത്തതായി വായിക്കുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കും. നമ്മുടെ മൺകൂടാരങ്ങളുടെ മേൽ, മൺപാത്രങ്ങളുടെ മേൽ കർത്താവ് ഒരു നിക്ഷേപമായിട്ട് തന്നിരിക്കുക. ഹല്ലേലൂയ! രക്തതാതിശയം. കർത്താവിന്റെ വചനത്തിൽ പറയുന്ന ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ തന്നിരിക്കുക. നമ്മുടെ ശരീരത്തിൽ ഒരു നിക്ഷേപം കർത്താവ് തന്നിരിക്കുക കേട്ടോ. നമ്മൾ പറയും നമ്മുടെ ശരീരം രോഗമാ, നമുക്ക് പ്രയാസമാ, ബുദ്ധിമുട്ട് അല്ല. പരിശുദ്ധാത്മാവിന്റെ ഒരു നിക്ഷേപം, ഒരു അത്യന്ത ശക്തി നമ്മുടെ ശരീരത്തിൽ കർത്താവ് പകർന്നിരിക്കുക. ഇന്ന് പകൽ അല്പസമയം കർത്താവിന്റെ സന്നിധി നമുക്ക് ആരാധിക്കാൻ തയ്യാറാകാമോ? കർത്താവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ ഗ്രഹിച്ചവരാ. ഇന്ന് പകൽ കർത്താവിന്റെ സന്നിധാനത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പറ, കർത്താവേ, ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം ഞാൻ ഇന്ന് പകൽ അല്പസമയം വചനത്തിൽ നിന്ന് ഗ്രഹിച്ചു. അത് ആഴമേറിയ നിലകളിൽ എന്റെ ശരീരത്തിലൊന്നും വെളിപ്പെട്ടു വരാൻ ഇടയാക്കണമേ. എന്റെ സുവിശേഷീകരണത്തിൽ എന്റെ വായിൽ കൂടെ വരുന്ന വാക്കുകൾ, ധൈര്യത്തിന്റെ വാക്കുകൾ, കർത്താവിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇന്നലെ വരെ പറഞ്ഞതുപോലെയല്ല, ഇന്ന് വരെ പറഞ്ഞതുപോലെയല്ല. നാളെ ഞാൻ കർത്താവിന്റെ സുവിശേഷം അറിയിക്കുമ്പോൾ അധികാരത്തിന്റെ വാക്കുകൾ എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരണം. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരുടെ മേൽ പതിഞ്ഞു എന്ന് പറഞ്ഞതുപോലുള്ള അനുഭവം തന്നെയാണ് പരിശുദ്ധാത്മാവ് പ്രാപിച്ച നമ്മുടെ മേലും കർത്താവ് തന്നിരിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല. അന്ന് അന്യഭാഷകൾ അവർ ആരാധിച്ച് തുടങ്ങിയെന്ന് വായിക്കുന്നു. തുടർന്നുള്ള പരിശുദ്ധാത്മാവിന്റെ സകല പ്രോസസ്സും അങ്ങനെ തന്നെയാ കേട്ടോ. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മേൽ പകർന്നിരുന്നപ്പോൾ അഗ്നിജ്വാല പോലെ ഒരു പിളർന്നിരിക്കുന്ന നാവ് നമ്മുടെ മേൽ പ്രത്യക്ഷമായി നമ്മുടെ മേൽ പതിഞ്ഞിരിക്കുക. ഈ നാവ് കൊണ്ട് നമുക്ക് അധികാരത്തോടെ ശത്രുവിനെ വെട്ടാൻ കഴിയും. നമുക്കെതിരെ ഭാരമായിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ തകർക്കാൻ, കത്തിച്ചാമ്പലാക്കാനുള്ള ഒരു അധികാരം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് തെറ്റായി ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ. നമ്മുടെ നാവുകൾ, നമ്മുടെ ജീവിതം, നമ്മുടെ കർത്താവിന്റെ സന്നിധാനത്തിൽ നമ്മളെ ഒന്ന് സമർപ്പിക്കുക. നമ്മുടെ വായിൽ കർത്താവിന്റെ അധികാരം വെളിപ്പെടുന്നതിന് തടസ്സമായുള്ള എല്ലാ കുറവുകളെയും ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളെ തരണം ചെയ്യാൻ കർത്താവ് നൽകിയിരിക്കുന്ന മഹാശക്തി, ആ മഹാശക്തിയെ നഷ്ടപ്പെടുത്താൻ ഒരു ഭാഗത്ത് ശത്രുവായവൻ സകലവിധമായ തന്ത്രങ്ങളും ഉപയോഗിച്ച് കടന്നു വരുമ്പോൾ ആ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കി അവനോട് എതിർത്ത് നിന്ന്, പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ല. നമ്മുടെ ശക്തിയെ നഷ്ടപ്പെടുത്തി കളയാൻ വരുന്ന ശത്രുവിന്റെ സകല അധികാരങ്ങളെ ഇന്ന് പകലിൽ നഷ്ടമാക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. അവസാനമായി പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്യന്ത ശക്തി നൽകിയിട്ടുണ്ട്. ഇന്ന് പകലിൽ നമ്മൾ നിരാശപ്പെട്ടിരിക്കുകയാണോ? നമ്മൾ ഇടുങ്ങിയിരിക്കുകയാണോ? കഷ്ടം അനുഭവിച്ചിരിക്കുകയാണോ? ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നുണ്ടോ? ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുന്നുണ്ടോ? ഇന്ന് പകൽ കർത്താവിനോട് പറ, ഈ അത്യന്ത ശക്തി എന്റെ ശരീരത്തിന്റെ മേലൊന്ന് വന്നാൽ
അതെനിക്കൊരു നിക്ഷേപമായി മാറുകയാണ്. ഈ ലോകത്തിൽ എനിക്ക് മറ്റൊരു നിക്ഷേപം എന്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ നിക്ഷേപം എന്റെ മൺകൂടാരത്തിൽ എന്റെ കർത്താവ് പകർന്നിരിക്കുന്നത് എന്റെ ഇടുക്കങ്ങളെ മാറ്റാൻ, എന്റെ നിരാശകളെ മാറ്റാൻ, എന്റെ കഷ്ടതകളെ അതിജീവിക്കാൻ, ബുദ്ധിമുട്ടുകളെ മാറ്റുവാൻ, ഓ റീഖാനവാശന്തൽ പ്രൗഢമാന ഘടകസ്യ കർത്താവിന്റെ ആത്മശക്തി കർത്താവ് എനിക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്, ഈ അത്യന്ത ശക്തി എന്റെ മേൽ പകർന്നിരിക്കുന്നത്, ഞാൻ എന്റെ ദൈവത്തെ ഒന്ന് ആരാധിക്കുമ്പോൾ എന്റെ ബന്ധനങ്ങൾ അഴിയുകയാണ്. വീണ് കിടക്കുന്ന എന്റെ അനുഭവങ്ങള്, നശിച്ചു പോകുമെന്ന് ലോകം വിധി എഴുതിയിരിക്കുന്ന ചില മേഖലകള് ഇന്നോ പകലിൽ എഴുന്നേൽക്കുകയാണ്. റീകാരകജനഹത്തുൽ പ്രൗഢമാന ഘടകസ്യ അസ്ഥി താഴ്വരയിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ കർത്താവ് നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഹാലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യാപാര ശക്തി, ഒരു നിക്ഷേപം, അല്ല ജീവജലത്തിന്റെ ഒരു നദി, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന ഒരു നാവ്, ഇതെല്ലാം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനാ എന്നറിയാമോ? നമ്മുടെ ജീവിതത്തെ ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് ഒന്നുകൂടെ ഉണർത്താൻ ആഗ്രഹിക്കുക. കർത്താവിന്റെ ശക്തി നിന്റെ മേൽ പകർന്ന് അതിന്റെ വലിപ്പം എന്തെന്ന് ഇന്ന് പകലിൽ ഗ്രഹിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. വെറുതെ പാടി പ്രാർത്ഥിച്ച് ആരാധിച്ചു പോകുന്നു എന്നുള്ളതിലല്ല, അതിന്റെ ഗൗരവം മനസ്സിലാക്കി ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട ആ വാല്യൂ നമ്മൾ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവിന്റെ പ്രവൃത്തികൾ ഉണ്ടാകും. ഇന്ന് പോലെ അല്പസമയം നമ്മുടെ ദൈവത്തിന്റെ വചനം കേട്ടല്ലോ. ഈ വചനത്തിന്റെ മുന്നിൽ നമ്മെ തന്നെ സമർപ്പിക്കുക, കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുക. ഈ അത്യന്ത ശക്തിക്കായി കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇതുവരെ ഈ അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും എന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ചിട്ട് ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം എനിക്കൊന്നും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് ആരെങ്കിലും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ ദൈവസന്നിധി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവിനോട് പറ, കർത്താവേ, ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്റെ ഒന്ന് ഗ്രഹിക്കാനുള്ള ഒരു വരം എനിക്ക് നൽകണമേ. അത് ഗ്രഹിക്കാനുള്ള ഒരു കൃപ എനിക്ക് നൽകണമേ. ഈ ശക്തി എന്റെ മേൽ വന്നാൽ എന്റെ ജീവിതത്തിൽ എന്ത് ആത്മീയമായ ഒരു വളർച്ച, എന്റെ ജീവിതത്തിലെ ആ ഭൗതികമായ ഒരു നിലവാരത്തിലുള്ള ഒരു ഉണർവ്, അതായത് എന്റെ നന്മകൾക്ക് ഭാരമായിരിക്കുന്ന ശത്രുവിനെ തകർക്കാനുള്ള ഒരു അഭിഷേകം, എന്റെ നാവിലൂടെ കടന്നു വരുന്ന അധികാരം, എന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തിന്റെ നദികൾ, അത് അനേകരിലേക്ക് പകർന്ന് അനേകർ ജീവൻ പ്രാപിക്കാൻ, അതിനൊക്കെയാണ് ഈ പ്രെയർ ലൈനൊക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പരിശുദ്ധാത്മാവിന്റെ ജീവജലത്തിന്റെ നദി നമ്മിൽ പകർന്നിരിക്കുന്നത് അത് മറ്റുള്ളവരിലേക്ക് ഒഴുക്കാൻ നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ആരാധനയിലൂടെ, നമ്മുടെ വചന ശുശ്രൂഷയിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ ഈ ആത്മശക്തി മറ്റുള്ളവരുടേക്ക് ഒഴുക്കി അനേകരെ ജീവങ്കിലേക്ക് നടത്താനുള്ള ഒരു ശുശ്രൂഷ കർത്താവ് നമ്മെ ഈ അന്ത്യകാലത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്. കർത്താവിന്റെ ആ കൃപകളെ മനസ്സിലാക്കി നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും ആത്മാവിന്റെ അഭിഷേകത്തിലും മുന്നോട്ട് പോയാൽ നമ്മിലൂടെ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ ശുശ്രൂഷകൾ ഓരോന്നായി നിറപടിയായി കർത്താവ് നിവർത്തിച്ചെടുക്കും. ഇനി അധികം നാളുകളിലെ നമ്മുടെ മുമ്പിൽ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ അഭിഷേകത്തിന്റെ ശക്തി, അതിന്റെ അളവറ്റ വലിപ്പം ഗ്രഹിച്ചുകൊണ്ട്, അതിന് കൊടുക്കേണ്ടുന്ന ഗൗരവം കൊടുത്തുകൊണ്ട്, ഭയഭക്തിയോടെ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും നമ്മൾ ദുഃഖിപ്പിക്കാതെ കർത്താവിന്റെ ആത്മാവിന് കീഴടങ്ങിയുള്ള ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചന ശുശ്രൂഷയ്ക്കായി അവസരം ഒരുക്കി തന്ന ദൈവദാസിമാർക്ക് ഞാൻ എന്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ പ്രെയർ ലൈനിലെ ദൈവദാസന്മാർക്കും അതിന്റെ ഇൻചാർജ് ആയിരിക്കുന്ന ദൈവദാസനും അത് ലീഡ് ചെയ്യുന്ന ദൈവദാസിക്കും ഒക്കെ കർത്താവിന്റെ നാമത്തിൽ എന്റെ നന്ദി അറിയിക്കുന്നു. ഇത്രയും സമയം കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഞങ്ങളുടെ മക്കളുമായ ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്യുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നപ്പാ. ഇതിനകത്ത് കയറിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിന്റെ മഹിമയ്ക്കായി അവരെ ഉപയോഗിക്കണമേ. കർത്താവ് ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് ഗ്രഹിക്കാൻ അല്പമായൊക്കെ കർത്താവ് ഞങ്ങൾക്ക് ഇന്ന് പകലിൽ കൃപ ചെയ്തു. ആ ശക്തിയുടെ അളവറ്റ വലിപ്പം ദൈവമക്കൾ, ദൈവമേ, അങ്ങയുടെ ദാസിദാസന്മാർ ഗ്രഹിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് കടന്നു പോകുമ്പോൾ ദൈവാത്മാവിന്റെ സകല പ്രവൃത്തികളും അവരുടെ മേൽ ചെയ്തെടുത്ത് വലിയൊരു ആത്മമാരിക്കായി കൊയ്ത്തിനായി ഞങ്ങളെ ഉപയോഗിക്കാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങേ സാക്ഷിപ്പാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. പ്രതികൂലങ്ങളെ അതിജീവിക്കാനുള്ള മഹാശക്തി ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. ഞങ്ങളുടെ ഇടിവുകളെ ഒന്ന് നന്നാക്കി ആരാധിച്ച് ഞങ്ങൾക്കൊരു ജയം പ്രാപിക്കാനുള്ള അത്യന്ത ശക്തി ഇന്ന് പകലും ഞങ്ങളുടെ മേലൊന്ന് പകരണമേ. പരിശുദ്ധാത്മാവിന്റെ വ്യാപാര
അധികാര ശക്തി കൊണ്ട് ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒന്ന് മൂടണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. ഞങ്ങളുടെ നാവുകൾ അഗ്നിജ്വാല പോലെ ദിവസങ്ങൾ ഉപയോഗിക്കപ്പെടാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകി അനേകർ കുടിച്ചതിൽ ജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവേ ഇടയാക്കണമേ കർത്താവേ. ഞങ്ങളെ ഇടുങ്ങിയിരിക്കുന്ന അവസ്ഥകൾ, നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ, ബുദ്ധിമുട്ടുന്ന അവസ്ഥകൾ, വീണ് കിടക്കുന്ന അവസ്ഥകളെല്ലാം മാറി ഇന്നോ പകലൊരു ചൈതന്യം പ്രാപിക്കാൻ ഞങ്ങളുടെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ